ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ? അത് ഫോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെന്തും എത്രയും വലിയ കോടീശ്വരനാണോ? അയാളുടെ ഫോൺ എവിടെ പോയെന്ന് അയാൾക്ക് അറിയാൻ വയ്യാത്തത്? അല്ലേ അങ്ങ് കളഞ്ഞു പോയെന്ന് പറയാൻ എളുപ്പമുള്ള കാര്യമല്ലേ ഫോൺ കളഞ്ഞു പോയെന്ന് പറയാൻ? അത് കാരണം അത് റീകൺസ്ട്രക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെയാണ്, അതിനകത്ത് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അറിയാതിരിക്കാൻ വേണ്ടി തന്നെ പറയുന്ന കാര്യമാണ്. അതൊക്കെ തെളിവ് നശിപ്പിക്കുക 201 പരിധി വരും അത്. കാരണം അയാളെ സ്ക്രീനിങ് ദ ലീഗൽ ഒഫൻഡർ ഫ്രം ലീഗൽ പണിഷ്മെൻറ്റ് അതിൻ്റെ പർവ്യൂവിൽ വരുന്നത് ഒരു ഒഫൻസ് അയാൾ കമ്മിറ്റ് ചെയ്തേക്കാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇത് അയാളെ ആര് പെർമിറ്റ് ചെയ്യുന്നു ഇത് എടുത്തുകൊണ്ട് പോകാൻ? അത് കോടതി സൂക്ഷിക്കേണ്ട കാര്യമാണ്. അതായത് സേഫ് കസ്റ്റഡി സൂക്ഷിക്കേണ്ട ഒരു സാധനം ഇതേപോലെ വീട്ടിലെടുത്തുകൊണ്ട് പോകും തോന്നിവാസം പോലെ. അതിനകത്ത് എന്ത് ചെയ്താലും മാനിപ്പുലേറ്റ് ചെയ്താലും അതുപോലെ എഡിറ്റ് ചെയ്താലും അതൊക്കെ പിന്നെ കണ്ടുപിടിക്കണമെങ്കിൽ തന്നെ വലിയ ബന്ധപ്പാടല്ലേ. ഇതൊക്കെ ഇത് വെളിയിൽ കൊണ്ടുപോയി എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ രീതിയിലൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിവിടെ നടന്നേക്കുന്നതൊക്കെ. വളരെ വളരെ അതായത് വളരെ ഗുരുതരമായ ആക്ഷേപങ്ങളാണ് ഇതിലുള്ളത്. ഇതൊന്നും മജിസ്ട്രേറ്റിനോ ജഡ്ജിക്കോ ഒന്നും എടുത്ത് കൊണ്ടു നടക്കാനോ വീട്ടിൽ കൊണ്ടുപോകാനോ ഉള്ള സാധനമല്ല. ഇതൊന്നും ഈ തൊണ്ടി മുതലായിട്ട് സൂക്ഷിക്കേണ്ട സാധനമാണ്. ഇതൊക്കെ ഇങ്ങനെ ഓരോരുത്തരെ എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? അത് മാത്രമോ ഈ കേസ് നശിപ്പിക്കുന്നത് മാത്രമാണോ ഇത്? ഇതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇത് എത്ര പേര് കണ്ടു കാണും നികേഷ്? ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ആ പെൺകുട്ടിക്കുണ്ടായ ഒരു ദുരിതം വളരെ വലിയ കഷ്ടമാണ്, അതിനുണ്ടായ ഒരു കഷ്ടപ്പാട്. ആ ദുരിതം അത് കണ്ട് സൂഹിക്കാനായിട്ട് ഓരോരുത്തന്മാർ അത് കാണാൻ ഈ നാട്ടുകാർക്കൊക്കെ വളരെ ഇഷ്ടമാണ് ഇങ്ങനെയുള്ളത്. ഈ പോൺ വീഡിയോസ് എല്ലാം അങ്ങനെയല്ലേ കാണുന്നേ. അപ്പോൾ അത് കാണാനുള്ള ഇടയുണ്ടാക്കി കൊടുക്കുന്നത് ജുഡീഷ്യൽ ഓഫീസിൽ നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറമല്ലേ. അതായത് വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് നമ്മൾ പറയുന്ന അതല്ലേ ഇവിടെ നടന്നേക്കുന്നത് ഈ കാര്യത്തിൽ. ഇതിന് കർശനമായ നടപടി വേണം. ഇതിനെക്കുറിച്ച് ശരിയായ അന്വേഷണം തന്നെ നടത്തണം. അല്ലാതെ ഇരുട്ടുകൊണ്ട് ഓട്ടം അടിക്കുന്ന പോലെ ഇതുപോലെ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതുപോലെ അങ്ങനെ ചെയ്തതാണ്, അവർക്ക് അങ്ങനെ തോന്നി, അങ്ങനെ കൊണ്ടു നടക്കാമെന്ന് തോന്നി, മജിസ്ട്രേറ്റിന് ഈ സാധനം കൊണ്ടു നടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന് തോന്നി എന്നുള്ളതാണ്. ഇതൊക്കെ പറഞ്ഞ ആരെടുത്താണ് ഇതൊക്കെ പറയുന്നത്? ജനങ്ങളുടെ അടുത്ത് പറയാൻ പറ്റുന്ന കാര്യമാണോ ഇതൊക്കെ? ഇത് ആളുകൾ എവിടെ വിശ്വസിച്ച് എന്ത് ചെയ്യും? ഈ അതിജീവിത ആ പെൺകുട്ടി അനുഭവിച്ച കഷ്ടപ്പാടുകൾ, ദുരിതം, അത് അത്രത്തോളം ബുദ്ധിമുട്ട് അത് അനുഭവിച്ചു. അത് വീണ്ടും അതിനെ വീണ്ടും പീഡിപ്പിക്കുന്നതിന് തുല്യമല്ല ഇതുപോലെ നാട്ടുകാർ മുഴുവൻ കാണുമ്പോൾ. ഇത് എത്ര പേരുടെ കാണുമെന്നറിയോ? ഇതെന്താ പുറത്തു വരാത്തത്? നികേഷ്, ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ സാധനം ഒരുപാട് പേരുടെ കാണും. ഇപ്പോൾ ഇത് പുറത്ത് വരാത്തത് ഇതിൻ്റെ ഇങ്ങനൊരു പ്രശ്നം നടക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ പുറത്ത് വരാത്തത്. ഇല്ലെങ്കിൽ ഇതിപ്പോൾ വീണ്ടും എടുത്ത് അപ്ലോഡ് ചെയ്ത് ഇത് മുഴുവൻ എണ്ണത്തിലിട്ടേനെ. അപ്പോൾ അത് വരാത്തത് യൂട്യൂബിലൊക്കെ ഇപ്പോൾ വന്നേനെ. അത് വരാത്തതിൻ്റെ കാരണം ഈ നടപടി നടക്കുന്നതുകൊണ്ടാണ്. ഇത് ആളുകളുടെ ഇല്ലാത്തതുകൊണ്ടല്ല, ഇത് ഒരുപാട് പേരുടെ കാണും. കാരണം ഇത് ഈ രീതിയിൽ കാണാനുള്ള സൗകര്യം ഉണ്ടായല്ലോ. ഇപ്പോൾ ഒരു ബെഞ്ച് ക്ലാർക്ക് കൊണ്ടുവച്ച് കാണുന്നു, അതുപോലെ വേറെ 2 ക്ലാർക്കന്മാരും കൂടെ അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടേക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ തെറ്റാണ് ആ ചെയ്തേക്കുന്നത്. അപ്പോൾ അവർ എത്ര പേരെ വേറെ കാണിച്ചു കാണും? കാരണം ഇതിന് വലിയ മാർക്കറ്റ്. ഇന്നാരുടെ വീഡിയോ ഉണ്ട് കേട്ടോ, മറ്റേത് അയ്യോ അതൊന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഇയാൾ വലിയ ആളാകുകയാണ്. ഇവനെ അതേ ഉള്ളൂ അവൻ്റെ ധാരണ. പക്ഷേ അത് അൾട്ടിമേറ്റ്ലി ബാധിക്കുന്നത് ആരെയാണ്? ഈ പീഡിപ്പിക്ക പെൺകുട്ടിയല്ലേ. അപ്പോൾ ഇത് മനസ്സിലാക്കാതെ, അതായത് ഇത് അമ്മയും സഹോദരിമാരും ഉള്ള ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ ഇതൊക്കെ? ഒരിക്കലും ചെയ്യുന്നതല്ല. പക്ഷേ അത്രത്തോളം വലിയ ദ്രോഹമാണ് ജുഡീഷ്യറിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന റിപ്പോർട്ടിൽ പറയുന്നു. ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം അത് തെളിവിൻ്റെ കാര്യമാണ്. അതെ അത് തന്നെ. അതിന് മാത്രമല്ല, ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് മൊഴികളുടെ അടിസ്ഥാനത്തിലുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എവനെയൊക്കെ മൊഴിയും റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ മൊഴി എന്താണെന്ന് നോക്കണം, അതുപോലെ ഈ ഉദ്യോഗസ്ഥരുടെ മൊഴി എന്താണെന്ന് നോക്കണം. ഇതൊക്കെ പരിശോധിക്കേണ്ട കാര്യമാണ്. ആ മൊഴി നോക്കിയതിന് ശേഷം അവനൊക്കെ തന്നെ കുഴി കുടിച്ചേക്കാണ് ഈ റിപ്പോർട്ടിനോടൊപ്പം ഉള്ള മൊഴികളെന്ന് പറയുന്നത്. അതൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ആ മൊഴി. എപ്പോഴും ആ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു പ്രീവിയസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ, ഒരു പ്രയർ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വിലയുണ്ട് അതിന്. പക്ഷേ ഇത് നേരത്തെ പുറത്ത് വരേണ്ടതായിരുന്നു. കാരണം ഇതിനകത്ത് എവിഡൻസ് സ്റ്റേജിൽ ഇത് പുറത്ത് വന്നിരുന്നെങ്കിൽ ഇത് പ്രശ്നമായിരുന്നേനെ. കാര്യം ആ എവിഡൻസിനകത്തെല്ലാം ഇത് പ്രയർ സ്റ്റേറ്റ്മെൻ്റ് എന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന് കൺഫ്രണ്ട് ചെയ്യാമായിരുന്നു സാക്ഷികളെ. അപ്പോൾ അതില്ലാതെ പോയി. അതും ഈ അതിജീവിതയ്ക്ക് നഷ്ടപ്പെട്ടേക്കുന്ന ഒരവസരമാണ് എന്നേ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. Debate with MV Nikesh Kumar.